സർക്കാരിന്റെ കടൽമണൽ ഖനനത്തിനെതിരെ മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രചരണ ജാഥ സംഘടിപ്പിച്ചു. മുനമ്പം മുതൽ ചെല്ലാനം വരെ നടത്തിയ ജാഥയുടെ ഉദ്ഘാടനം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് നിർവഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ കടൽമണൽ ഖനനത്തിനെതിരെ സംഘടിപ്പിക്കുന്ന തീരദേശ ഹർത്താലിന് മുന്നോടിയായിട്ടാണ് പ്രചരണ ജാഥ നടത്തിയത്. മുനമ്പം മുതൽ ചെല്ലാനം വരെ സംഘടിപ്പിച്ച ജാഥയുടെ ഉദ്ഘാടനം മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ് നിർവഹിച്ചു. കടലിലെ ധാതു സമ്പത്ത് മുഴുവൻ ചൂഷണം ചെയ്യുന്ന രീതിയിലേക്ക് കോർപ്പറേറ്റുകൾക്കും അതുപോലെ തന്നെ സ്വകാര്യ മുതലാളിമാർക്കും വേണ്ടി തീരെഴുതുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യയിലുള്ളത്. ഇത് ബാധിക്കാൻ പോകുന്നത് മത്സ്യത്തൊഴിലാളികളെ മാത്രമല്ല, മറിച്ച് ഇന്ത്യയിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന വലിയ ഒരു പ്രകൃതി ദുരന്തമായി മാറാൻ പോകുന്ന ഒരു പ്രശ്നമാണ്. മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജാഥയിൽ യേശുദാസ് പറപ്പിള്ളിയായിരുന്നു ജാഥ ക്യാപ്റ്റൻ. ചെറായി ജംഗ്ഷനിൽ വെച്ച് വിവിധ രാഷ്ട്രീയ വർഗ ബഹുജന സംഘടനകൾ സ്വീകരണം നൽകി. CPIM ഏരിയ കമ്മിറ്റി സെക്രട്ടറി AP പ്രിനിൽ, ഏരിയ കമ്മിറ്റി അംഗം KK ജോഷി, ശിവദാസ്, ചെറായി LC സെക്രട്ടറി TK ജയൻ എന്നീ പ്രമുഖ നേതാക്കൾ പങ്കെടുത്തു. ചടങ്ങിൽ ജാഥ ക്യാപ്റ്റൻ യേശുദാസ് പറപ്പിള്ളി, VO ജോണി, AC ക്ലാരൻസ്, ML സുരേഷ്, എലിസബത്ത് അസീസ്, ബാസുരാദേവി, KK അബ്ദുള്ള, TS ഉദയഭാനു, EV സുധീഷ്, NA ജെയിൻ, പ്രമോദ് മാട്ടുമ്മൽ, മനു പാമാട്, രത്നാകരൻ, ES ജയകുമാർ, പ്രജിത് ലാൽ തുടങ്ങിയവർ വിവിധ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.